ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് സൊമാറ്റോ ഡെലിവറി പാർട്ണർ അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. ആദ്യം തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് നമ്മുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് വേണം നമുക്ക് ലോഗിൻ ചെയ്യാൻ. OTP എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും പോവുക. അതിൽ നമ്മുടെ വണ്ടി സെലക്ട് ചെയ്യണം, പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സിറ്റിയും സെലക്ട് ചെയ്യണം. വീണ്ടും നമ്മുടെ അടുത്ത് വർക്ക് ചെയ്യുന്ന സിറ്റി ചോദിക്കും, അവിടെ നമ്മൾ അത് തന്നെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ആധാർ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. അതിൽ നമ്മൾ ആധാർ നമ്പർ അടിച്ചു കൊടുക്കണം. അത് കഴിയുമ്പം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും, നമ്മുടെ ആധാർ വെരിഫിക്കേഷൻ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട്. ഇനി നമ്മുടെ ഒരു സെൽഫി നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സെൽഫി അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു ടിക്ക് വീഴും. ഇനി നമുക്ക് 960 ഒരു രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണം. 960 അടച്ചു കഴിയുമ്പോൾ നമുക്ക് 2 സൊമാറ്റോയുടെ യൂണിഫോം ഒരു ബാഗും കിട്ടും. പരമാവധി എല്ലാവരും അത് EMI ഓപ്ഷൻ എടുക്കാണ്ട് വൺ ടൈം പേയ്മെൻറ്റ് തന്നെ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഓരോ ടൈമിലായിട്ട് അവരത് കട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ. UPI ഏതെങ്കിലും ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും സൊമാറ്റോ ഓടുന്നില്ലാത്തതുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യുന്നില്ല. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും നമ്മൾ പോവുക. സെൻറ്ററിൽ കാണുന്ന ഗിഗ്സ് യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് ബുക്കിംഗ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ബുക്കിംഗ് ഓപ്പൺ എടുത്തിട്ട് നമുക്ക് വേണ്ട ടൈമും ഡേറ്റും നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് 5 മണി തൊട്ട് 6 മണി വരെ ഓടണമെങ്കിൽ അതിൽ ടിക്കറ്റ് ഇട്ടാൽ മതി. അതേപോലെ 6 മണി തൊട്ട് 8 മണി വരെയാണെങ്കിൽ ടിക്കറ്റ് ഇട്ട് നമുക്ക് കണ്ടിന്യൂ എടുത്തു കഴിഞ്ഞാൽ കൺഫേം ആവും. വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്, പക്ഷേ ചെറിയൊരു അബദ്ധം പറ്റി. നമ്മളതിൽ 6 മണി തൊട്ട് 8 മണി വരെയുള്ളത് കണ്ടിന്യൂ കൊടുത്തു, അത് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്തായാലും ഓടാമെന്ന് തീരുമാനിച്ച്. ഗിഗ്സ് എന്ന് എഴുതിയതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ പോക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എത്ര രൂപയ്ക്ക് ഓടി, നമ്മുടെ ഇൻസെൻറ്റീവ് കാര്യങ്ങളെല്ലാം നമുക്കതിൽ അറിയാൻ പറ്റും. ഇതിൽ കാണുന്ന ഈ 2000 രൂപ നമുക്ക് ചില സമയത്ത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി കിട്ടും. അപ്പോൾ ഇതിൽ നിന്നാണ് പൈസ കിട്ടുക. പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്താൽ മതി. ഇത്രയൊക്കെ ഉള്ളൂ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ആദ്യത്തെ വീഡിയോയിൽ നമ്മുടെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പ്ലെൻഡറിൽ പോയാൽ മതി, അതാണ് ലാഭം, V3 പോകുന്നത് നഷ്ടമാണെന്ന്. നമ്മൾ V3 എപ്പോഴും യൂസ് ചെയ്യാറില്ല, സ്പ്ലെൻഡർ തന്നെയാണ് എപ്പോഴും സൊമാറ്റോ ഓടാൻ യൂസ് ചെയ്യണത്. ഇനി നമുക്ക് വണ്ടിയിൽ എണ്ണ അടിക്കണം. പിന്നെ ഞാൻ സൊമാറ്റോ ഓടാൻ പോകാറില്ല, ഞാൻ ഇടയ്ക്ക് ഇവൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം പോണതാണ്. ഇപ്പോൾ കറക്റ്റ് 5 മണി ആയിട്ടുണ്ട്. നമുക്ക് 5 മണി തൊട്ടിട്ട് 8 മണി വരെയാണ് ഇന്നത്തെ ഡ്യൂട്ടി ടൈം ഉള്ളത്. പെട്രോൾ അടിച്ചിട്ട് നമുക്ക് ഇനി ഫസ്റ്റ് ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം. 5 മണിക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് ഓർഡർ കിട്ടിയത് 5:56 ഏകദേശം 1 മണിക്കൂറിനടുത്ത് പോസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഓർഡർ കിട്ടിയത്. ഇനി നമുക്കത് കൊണ്ടു കൊടുക്കാം. ഇവിടെ അടുത്ത് തന്നെയാണ്. ഫസ്റ്റ് ഓർഡർ നമ്മൾ കൊണ്ടു കൊടുത്തു, വീഡിയോ എടുത്തില്ല, കോളേജിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ കയറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ ഓർഡർ അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് കിട്ടി. അതിന് നമുക്ക് കളക്ട് ചെയ്യാം, എന്നിട്ട് അത് കൊണ്ടു കൊടുക്കാം. ഇവിടെ നിന്നാണ് നമുക്ക് സെക്കൻഡ് ഓർഡർ കിട്ടിയേക്കണേ. അവിടെ നിന്ന് അതും കളക്ട് ചെയ്ത് നമ്മൾ നേരെ അത് കൊണ്ടു കൊടുക്കാൻ പോയി. രണ്ടാമത്തെ ഓർഡർ കൊണ്ടു കൊടുക്കാനായിട്ട് ഏകദേശം 15 മിനിറ്റോളം നമ്മൾ വഴി തെറ്റിയിട്ട് അലഞ്ഞു. സൊമാറ്റോ ഓടുന്നവർക്ക് ഇത് റിലേറ്റബിൾ ആയിരിക്കും. ചില സമയത്ത് ഇതേ കണക്കുള്ള വഴി കൂടെയൊക്കെ നമ്മളെ കൊണ്ടുപോകും. അത് ഈ മാപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ കുറേ നേരം ഓടി നമ്മളത് കൊണ്ടു കൊടുത്തു. ഇന്ന് നമ്മൾ എത്ര രൂപയ്ക്ക് ഓടി, എത്ര ഓർഡർ കിട്ടിയെന്നുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കൂടിപ്പോയി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.